പ്രൈസ് ഗോഡ്. ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്ന് ആദ്യത്തെ ദിവസം തന്നെ കുറച്ച് പറഞ്ഞാൽ കുറേ എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങനെ വന്ന് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോ ഇമോഷണൽ ആകാതെ നോർമലായിട്ട് എനിക്ക് നിന്നെ ഫീൽ ചെയ്യണം. കാരണം അല്ലെങ്കിൽ പിന്നെ അടുത്ത ഇവിടുന്ന് പോയി കഴിഞ്ഞ് ജനറൽ നോർമൽ ലൈഫിലേക്ക് പോകുമ്പം പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അപ്പോൾ ഒന്നും തോന്നത്തില്ല. അപ്പോൾ പിന്നെ ആ ഇമോഷൻ തിരിച്ചു കിട്ടണം. അപ്പോൾ അത് ചിലപ്പോൾ അടുത്ത ധ്യാനത്തിൽ തന്നെ ചെല്ലുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോ എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ഫീലിങ്സ് ഒന്നും വേണ്ട, പക്ഷേ എനിക്ക് നോർമലായിട്ട് നിന്നെ കാണാനും അനുഭവിക്കാനും പറ്റണം. അപ്പം ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ ബ്രദർ നീതിനെക്കുറിച്ച് ക്ലാസ് തുടങ്ങിയില്ല. അപ്പോൾ തുടങ്ങുന്ന സമയമായപ്പം എനിക്ക് സംഭവം അറിഞ്ഞുകൂടാ, നീതി എന്താ എടുക്കുന്നത് ഉദ്ദേശിക്കാൻ പോലും മനസ്സിലിങ്ങനെ ഇല്ല. അപ്പം ഞാനിങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ തോന്നി നിയമം, കൃപ, കരുണ ആ ഒരു ലൈനിലായിരിക്കും പോകുന്നത് എന്നൊരു ഐഡിയ തോന്നി. എന്നിട്ടിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കാൻ തുടങ്ങി ഒരു 2 മാസം മുമ്പ്. അപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും തലയ്ക്കത്തില്ല. ലിറ്ററലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശോ എനിക്ക് ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. ശരിക്കും ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് നിയമം അതിനിടയ്ക്ക് പറയും നിയമം സാധുവായി, അപ്പം പറയില്ല നിയമം, അപ്പം നിയമം പാപത്തിന് കാരണമാകുന്നു, എല്ലാം കൂടി ഒരുപാട് ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. അന്നേരപ്പോൾ ഞാൻ ശരിക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നു തന്നെ ആരോട് ചോദിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കിട്ടുക, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതപ്പോൾ ഞാൻ വിചാരിച്ചു എക്സാം എല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് പോയി ആരോടെങ്കിലും അറിയാവുന്ന ആരെങ്കിലും എടുത്തു പോയി കുറച്ച് ദിവസത്തേക്ക് ഇരുന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ അത് തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇനി അങ്ങോട്ടേക്ക് എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജിനേഷിൻ്റെ അടുത്ത് പറയുമായിരുന്നു, പിന്നെ ഒരു പ്രത്യേക എന്താ പറയുക, നമുക്കെല്ലാവർക്കും ഈശോ അനുഭവമുണ്ട്, നമ്മളെല്ലാവരും ഈശോ അറിയുന്നുണ്ട്. ഓരോ ധ്യാനം കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഓടിച്ചെന്ന് 10 പേരോട് പറയണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്, ഒത്തിരി സന്തോഷമൊക്കെ തോന്നും. പക്ഷെ ഒരു നാച്ചുറൽ ഡ്രൈവായിട്ട് എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഒരു മെയിൻ റീസൺ എനിക്കിവിടെ കണ്ടെത്താൻ പറ്റി. ആ മെയിൻ റീസൺ ഇത്രയും കരുണ. ഞാൻ ശരിക്കും കരുണയുടെ വർഷം തുടങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചെയ്യേണ്ട അല്ലെ 10 കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാർപ്പാപ്പ പറഞ്ഞ കാര്യം, പിന്നെ ഈ ഫ്രാൻസിസ് പാപ്പ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥനയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കരുണയുടെ വർഷം ഞാൻ വിചാരിച്ചു കൊറോണക്കൊന്ത കുറച്ച് ചൊല്ലി കുറച്ച് കരുണയുടെ കാര്യം ചെയ്തു, ദാറ്റ്സ് ഇറ്റ്, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം സമാപനമായി. അപ്പം ഒക്ടോബർ മാസം ആകുമ്പോൾ കരുണേൻ്റെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ തുടങ്ങുമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കരുണയുടെ പ്രാർത്ഥന പ്രത്യേകിച്ചൊന്നും ഇല്ല, കരുണക്കൊന്ത ചൊല്ലും അങ്ങനെയുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോ ഞാൻ കരുണേനെക്കുറിച്ച് എനിക്കൊരു എന്താണെന്ന് പറഞ്ഞുവിടാം. പക്ഷേ ഇന്നലെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ഞാൻ വിചാരിച്ചു ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കും ഞാൻ ഈശോയോടെ ചോദിക്കുന്നതെന്ന്, പക്ഷേ ഞാൻ തന്നെ എന്ന് ചിന്തിക്കുന്നതാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ തന്നെ ഡിസൈഫർ ചെയ്ത് എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പം എനിക്ക് ശരിക്കും നീ സംസാരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം ശരിക്കും ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കരുതുന്ന അപ്പം തന്നെ ബ്രദർ അത് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം എനിക്കൊരു സന്തോഷം തോന്നി. ഞാൻ അതിനെ വേറൊന്നുമായിട്ട് വെക്കാൻ, പക്ഷെ എനിക്കൊരു ഭയങ്കര സന്തോഷം അങ്ങനെ. അപ്പം ഈ ഒരു സംഭവം കരുണയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ സോൺജേസിൻ്റെ അടുത്തും പറഞ്ഞു ഒരു നാച്ചുറൽ ഡ്രൈവ് ഉണ്ട് ഇപ്പോൾ ഇനി ഉള്ളിൽ. ഈ ഈശോയെക്കുറിച്ച് അറിയാതെ പോയാൽ നമ്മളറിഞ്ഞു, ഇനി നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അറിയാതെ പോയാൽ നമ്മൾ ശരിക്കും തോൽക്കുകയാണ്. ഈശോ നമ്മൾ ക്രിസ്തുവായി മാറുകയാണെങ്കിൽ ശരിക്കും ക്രിസ്തുവിന് ഫീൽ ചെയ്യുന്ന അതേ ദാഹം, ക്രിസ്തുവിനുണ്ടായ അതേ ആ ഒരു ഡ്രൈവ്, ഒരെണ്ണത്തെ പോലും വെറുതെ വിടാൻ പാടില്ല, കാണുന്നവരെല്ലാവരും പിടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു നാച്ചുറൽ ഡ്രൈവ്. അപ്പോൾ ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്ക് കുറേയൊക്കെ വിഷ്വൽസ് പോലെ, ഞാൻ എൻ്റെ കോളേജ് ലൈഫ് എനിക്ക് ശരിക്കും ഒട്ടും സന്തോഷമില്ലായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എന്നെ ഈ കോളേജിൽ ഞാൻ തെറ്റി വന്നതാ, എനിക്കിവിടെ നിൽക്കേണ്ടതല്ലായിരുന്നു, എനിക്ക് ഈ കോളേജ് അല്ലായിരുന്നു എനിക്ക് പറ്റിയത്, അത് എൻ്റെ എന്തോ മിസ്റ്റേക്ക് കാരണം ഓപ്ഷൻ മാറി രജിസ്റ്റർ ചെയ്ത്. അങ്ങനെ ഞാൻ എപ്പോഴും എനിക്ക് ഇതുവരെ ഞാൻ ക്ഷമിക്കാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ആരാധനയുടെ സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് MG കോളേജിൻ്റെ എൻട്രൻസ് അവിടെ ഈശോ എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിർത്തുന്നത്. അപ്പം എനിക്കപ്പം മനസ്സിലായി ശരിക്കും കർത്താവ് എന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയതാണെന്നും അവിടുന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചതും ശരിക്കും ഫ്ലാഷ് ബാക്ക് അടിക്കുമ്പോൾ ദാറ്റ് വാസ് എ പ്ലാൻ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ത്രൂ. സോ പ്രൈസ് ഗോഡ്. ഇനിയും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.